സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രസിദ്ധമായ സൗന്ദര്യ ലഹരിയിലെ രണ്ടാമത്തെ ശ്ലോകത്തിലെ പ്രതിപാദ്യ വിഷയമാണ്. സൗന്ദര്യ ലഹരി എന്നുള്ളത് സംസ്കൃത സാഹിത്യത്തില് പ്രഥമഗണനീയ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ്. നിരവധി വ്യാഖ്യാനങ്ങൾ ഈ കൃതിക്ക് ഉണ്ടായിട്ടുണ്ട്. തന്ത്രശാസ്ത്രങ്ങളിലൊക്കെ അതിൻ്റെ പ്രാധാന്യവും കാണുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥാ ഭേദങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാര, തിരോധാന അനുഗ്രഹങ്ങളാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഈ അവസ്ഥാഭേദങ്ങള്, മാറ്റങ്ങള് എന്ന് പറയുന്നത് അത് ഇടതടവില്ലാണ്ട് അവിരാമം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന ആചാര്യസ്വാമികള് പരാശക്തിയുടെ, പാർവതിയുടെ പാദകമലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിസൂക്ഷ്മമായ കണികകളുടെ ഒരു ഭാവപകർച്ചയാണ്, അല്ലെങ്കിൽ ഒരു പകർന്നാട്ടമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ശ്ലോകം ഇങ്ങനെയാണ്: പനീയാം സംപാംസും തവ ചരണ പങ്കേരുഹഭവം വിരിഞ്ചി സഞ്ചിന്വൻ വിരചയതി ലോകാൻ അവികലം വഹത്യേനം ശൗരി കഥമഭി സഹസ്രേണ ശിരസാം ഹര സംക്ഷുദ്യൈനം ഭജതി ഭസിതോദ്ധൂളന വിധിം. ആചാര്യസ്വാമികള് പറയാണ്, ഈ പ്രപഞ്ചത്തിന്റെ അമ്മേ, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തിന്റെ ഒക്കെ നായകിയായിരിക്കുന്ന അല്ലയോ ജഗദ്ധാത്രി, പനീയാംസം പാംസും തവചരണ പങ്കേരുഹഭവം, നിന്റെ പാദ പത്മങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിസൂക്ഷ്മമായ പാംസുക്കള്, പടലങ്ങള് വിരിഞ്ചി സഞ്ചിന്വൻ, ബ്രഹ്മാവ് അതിന് കുറച്ച് എടുത്തിട്ട് വിരജയതി ലോകാൻ അവികലം എന്നാണ്. ഈ പ്രപഞ്ചത്തെ ഒരു കുറ്റവും കുറവും ഇല്ലാതെ നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ വഹത്യേനം ശൗരി കഥമഭി സഹസ്രേണ ശിരസം എന്നാണ്. എന്നാ ഈ മഹാവിഷ്ണു ഉണ്ടല്ലോ, മഹാവിഷ്ണുവിന് എന്താണ് 1000 ഭടങ്ങളാൽ അനന്തരൂപിയായിട്ടുള്ള മഹാവിഷ്ണു, 1000 ഭടങ്ങളോട് കൂടിയുള്ള ആ മഹാവിഷ്ണു വളരെ കഷ്ടപ്പെട്ട് ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തെ താങ്ങി നിർത്തുന്നു എന്നാണ് പറഞ്ഞത്. മഹത്യേനം ശൗരി കഥമഭി സഹസ്രേണ ശിരസം എന്നാണ്. അനന്തരൂപിയായ ആ മഹാവിഷ്ണു വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ബ്രഹ്മാവിനാൽ നിർമ്മിതമായ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നു. എന്നാലോ ഹര സംക്ഷുദ്യൈനം ഭജതി ഭസിതോദ്ധൂളന വിധി, എന്നാൽ ഹരനായിക്കോട്ടെ ഇതിനെ ഒക്കെ എന്താണ് പൊടിച്ചിട്ട് പൊടിപടലങ്ങളാക്കി ഭസ്മ ധാരണ വിധിയെ ചെയ്യുന്നു എന്നാണ്, ഇതിനെ സംഹരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭസിതോദ്ധൂളന വിധി, ഭസ്മധാരണ വിധിയെ ചെയ്യുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. പറഞ്ഞു വരുന്നത് ഭഗവതിയുടെ
പാദപത്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ പൊടിയുടെ ഏറ്റവും സൂക്ഷ്മമായ ഒരു കണം കൊണ്ട് ഈ സ്ഥാവര ജംഗമ രൂപമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്നാണ്. ഇങ്ങനെ സൃഷ്ടിച്ച ഈ ലോകത്തിനെ അനന്തരൂപിയായ മഹാവിഷ്ണു തൻ്റെ 1000 ഫണങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് താങ്ങി നിർത്തുന്നു. അതിനെ പിന്നീട് ഹരൻ പൊടിപടലങ്ങളാക്കി ഭസ്മധാരണ വിധിയെ ചെയ്യുന്നു, സംഹാരം ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ നമുക്ക് ചിന്തിക്കാവുന്നതാണ്, അതായത് ഇത് പരാശക്തിയുടെ പാദകമലങ്ങളിൽ നിന്നുണ്ടായ അതിസൂക്ഷ്മമായ കണികകളുടെ ഒരു ഭാവപ്പകർച്ചയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പകർന്നാട്ടമാണെങ്കിൽ ചിന്തിക്കൂ, പരാശക്തിയുടെ ഈ ജഗദ്ധാത്രിയുടെ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകിയുടെ പാദകമലങ്ങളുടെ മഹാത്മ്യം അറിഞ്ഞവര് ഉണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് കുമാരനാശാന്റെ അതിമനോഹരമായിട്ടുള്ള ഇതിന്റെ മലയാള പരിഭാഷയും കൂടെ ഒന്ന് ശ്രവിക്കാം. നിൻ പാദാംഭോരുഹത്തിൻ വിളകിയ നിതരാം സൂക്ഷ്മമാം ധൂളിജാലം സമ്പാദിച്ചിട്ടു ധാതാവഖില ഭുവനവും ദേവി സൃഷ്ടിച്ചിടുന്നു. അംഭോജാക്ഷൻ പണിപ്പെട്ടതിനെ അധശിര സായിരം കൊണ്ടുമാളുന്നൻപിൽ ധൂളീകരിച്ചിട്ടമല ഭസിതമായി ഈശനും പൂശിടുന്നു. സൗന്ദര്യലഹരിയിലെ രണ്ടാമത്തെ ഈ ശ്ലോകം ശ്രവിച്ച നിങ്ങളെ പരാശക്തി അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.